ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 3 സംഖ്യകളുടെ ശരാശരി 32ആണ്. അവയിൽ 2 സംഖ്യകൾ 28ഉം 36 എന്നിവയായാൽ മൂന്നാമത്തെ സംഖ്യ ഏത്? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. ഇവിടെ 2 സംഖ്യയെ നമുക്കറിയത്തുള്ളൂ. മൂന്നാമത്തെ സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ 28 + 36 + എക്സ് ബൈ എണ്ണം എത്രയാവുന്ന 2 3 = ശരാശരി നമുക്കറിയാം എത്രയാണ് 32. ഇനി 28 + 36 + എക്സ് ഇതിനെ ഈക്വൽ ടുവിനപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. 32 × 3 എന്ന് പറയുന്നത് എത്രയാണ് 96. ഇനി അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് അവിടെ കിടക്കട്ടെ. 36ഉം 28ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 64. അപ്പോൾ ഈ 96ൽ നിന്നും എന്ത് കുറയ്ക്കുക? 64 കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും എത്രയെന്ന്? 32. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 32. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ ബി സി ഇവരുടെ ശരാശരി വയസ്സ് 40ആണ്. എ ബി എന്നിവരുടെ ശരാശരി വയസ്സ് 49ഉം ആയാൽ സിയുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എ ബി സി ഇവരുടെ വയസ്സ് അതിൻ്റെ ശരാശരി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 40. അതേപോലെ എ ബിയുടേതും പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്? 49 ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എ + ബി + സി എത്ര കിട്ടി? 40 × 3. 40 × 3 എത്രയാണ്? 120. ഇവിടെയോ എ + ബി. അപ്പം ഇവിടുന്ന് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. 49 × 2 എത്ര കിട്ടും? എ + ബി എന്ന് പറയുന്നത് 98 എന്ന് കിട്ടും. ഇവിടെ ഈ എ + ബി ഇവിടോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എ + ബി 98 + സി = 120. സി = 120. ഇവിടെ +98 ഇപ്പുറത്ത് പോകുമ്പോൾ -98 ആവും. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 22. ഇവിടുത്തെ നമ്മുടെ ആൻസർ എത്രയാണ്? 22 ആണ്. 22. ചോദ്യം ഇതാണ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറെയും കൂടെ കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 11ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10ആണ്. ടീച്ചറും കൂടി കൂടിയപ്പോൾ എത്ര പേരായി? 41 പേരായി. അപ്പോൾ ശരാശരി എന്തായി? 11ആയി. ഇവിടെ ഒരാൾ കൂടി. ഇവിടെയും എന്താ ചെയ്തത്? ഒരു ശരാശരിയും 1 കൂടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ +1 ഈ +1നെ 14 കൊണ്ടും ഇവിടുത്തെ ഈ +1നെ 11 കൊണ്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം തമ്മിൽ കൂട്ടുക. അപ്പോൾ 1 × 14 എത്രയാണ്? 14 + 11 × 1 11. അപ്പം 40 + 11 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 51. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 51. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? അപ്പോൾ 51 ആണ് ടീച്ചറുടെ വയസ്സ്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 50 പേരുടെ ശരാശരി ഭാരം 40. സംഘത്തിൽ നിന്നും ഒരാൾ പോയപ്പോൾ ശരാശരി ഭാരം 1 കുറഞ്ഞാൽ പോയ ആളിൻ്റെ ഭാരം എത്ര? 50 പേരുടെ ശരാശരി ഭാരം 40. സംഘത്തിൽ നിന്ന് 1 പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ആളായി? 49 പേരായി. അവരുടെ ശരാശരി ഭാരവും എന്ത് ചെയ്തു? 1 കുറഞ്ഞു. അപ്പം 40 എന്തായി മാറി? 39ആയി മാറി. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ 1 കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? -1 ആണ്. ഇവിടെയോ -1. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇതും കൂടി അതേപോലെ തന്നെ -1ഉം ഈ 50ഉം കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം -50. അടുത്തത് ഈ 39ഉം -1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം -39. അപ്പം -50 -39 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? -89 ആണ്. നമ്മൾ കിലോയ്ക്ക് -ഒന്നുമില്ല. അപ്പോൾ എന്തെന്ന് എടുക്കും? 89 കിലോ എന്ന് എടുക്കും. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 89 കിലോ.